ഒരു കാട്ടിൽ പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒപ്പം ഒരു ഗുഹ കാണണമെന്നും? എന്നാൽ ഇങ്ങോട്ട് പോന്നോളൂ. ഇതാണ് കല്ലിൽ ക്ഷേത്രം, കല്ലിൽ ഭഗവതി ക്ഷേത്രം. ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ആദ്യം തന്നെ ഇവിടുത്തെ വഴിപാട് ക്രമങ്ങൾ ഒന്ന് അറിഞ്ഞു വയ്ക്കാം. ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാട് ചൂല് വഴിപാടാണ്. അതാണ് ഈ അമ്പലത്തെ ഒരിത്തിരി വ്യത്യസ്തമാക്കുന്നതിൽ ഒരു ഘടകം. പിന്നെയുള്ളത് കല്ലാണ്. കല്ലടക്കി അടക്കി വയ്ക്കുക. നമുക്ക് വീട് വയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബിൽഡിംഗ് പണിയാനോ ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കല്ലടുക്കി അടുക്കി വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. ചൂല് വഴിപാടെന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് ചൂല് വാങ്ങി വയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇത് ഒട്ടും കത്തി തൊടാതെ കൈകൊണ്ട് ഉണ്ടാക്കിയ ചൂലുകളാണ്. ഇദ്ദേഹം ഇതെല്ലാം വ്യക്തമാക്കി പറഞ്ഞു തരികയാണ്. ഈ അമ്പലത്തിന് എങ്ങനെയാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം എന്ന് പേര് വന്നതെന്ന് ആർക്കും സംശയം തോന്നില്ല. കാരണം ഇവിടെ മൊത്തം കല്ലുകളാണ്. ഇതാണ് ഇവിടുത്തെ നാഗപ്രതിഷ്ഠ. 9-ാം നൂറ്റാണ്ടിൽ പണിതീർത്ത ഒരു ജൈന ക്ഷേത്രമാണ് ഇത് എന്നാണ് പറയുന്നത്. ഗുഹാക്ഷേത്രങ്ങളുടെ ഉത്ഭവം ജൈനമതത്തിൻ്റെ കാലത്താണല്ലോ. പിന്നീട് ഇത് ഒരു ഹിന്ദു ക്ഷേത്രമായി മാറുകയായിരുന്നു. 1ഉം 2ഉമൊന്നുമല്ല, 28 ഏക്കർ കാട്ടിലാണ് ഈ അമ്പലം നിൽക്കുന്നത്. നല്ല വിശാലമായ സ്ഥലം. കാടിനെ സംരക്ഷിക്കണമെങ്കിലും ഗുഹകളെ സംരക്ഷിക്കണമെങ്കിലും ഇങ്ങനെ ആരാധനാ രീതികൾ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ 120 പടി കയറി വേണം ഈ അമ്പലത്തിലേക്ക് എത്താൻ. ചുറ്റുമുള്ള പച്ചപ്പ് വളരെ ഭംഗിയായി തന്നെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. കോൺക്രീറ്റ് ഇട്ട ഇടങ്ങളേക്കാൾ എനിക്കെപ്പോഴും ഇങ്ങനെ കല്ല് പതിക്കുന്നതാണ് ഇഷ്ടം. ഞങ്ങൾ ചെന്നത് ഒരുപാട് തിരക്കുള്ള ദിവസമല്ലാത്തതിനാൽ വളരെ സമാധാനമായിട്ട് തന്നെ തൊഴുതു പോരാൻ പറ്റി. മുടി നീട്ടി വളർത്തണമെന്ന് ആഗ്രഹമുള്ള ഏതൊരു യുവതിക്കും ഇവിടെ വന്ന് ചൂല് വഴിപാട് വയ്ക്കാം. പക്ഷേ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ മറക്കരുത്. ഞങ്ങൾക്കതിന് സാധിച്ചില്ല. ജൈനമതത്തിലെ യക്ഷിയായ പത്മാവതിയുടെ വിഗ്രഹമാണ് ഇവിടെയുള്ളത് എന്നാണൊരു വിശ്വാസം. പാറമേൽ ബ്രഹ്മാവിൻ്റെ വിഗ്രഹം കൊത്തിവെച്ചിട്ടുണ്ട്. ഒപ്പം ശിവനും വിഷ്ണുവും ഇവിടെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 പേർക്കുള്ള പൂജയും ഇവിടെ നടത്തുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രദക്ഷിണ വഴി. പാറക്കെട്ടുകൾക്കിടയിലൂടെ നേരെ മുൻഭാഗത്തേക്ക് എത്തിപ്പെടാം. അതിൻ്റെ ഇടയിലൂടെ പുറത്തേക്ക് കടന്നാൽ കാട്ടിലേക്കും നടക്കാം. വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രമാണ് ഇവിടുത്തെ ഉത്സവം. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമായിരിക്കും. അപ്പോൾ ജനപ്രവാഹമാണെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞു കേട്ടത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഭഗവതിക്കൊപ്പം ഭഗവതി ഇരിക്കുന്ന കല്ലിനെയും പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഏതൊരു കല്ലിലും ഭഗവത് സാന്നിധ്യമുണ്ട് എന്ന വിശ്വാസം യാഥാർത്ഥ്യമാക്കുന്ന ഈ അമ്പലത്തിലേക്ക് വരാതെ പോകരുത്. ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്തു തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.